ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേക മധ്യസ്ഥരുടെ നടുവിൽ, അനേക വിശുദ്ധരുടെ നടുവിൽ ജീവിക്കുന്ന ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവന് ക്രിസ്തു കേന്ദ്രീകൃതമാകുന്നത്, അല്ലെങ്കിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ചിന്താവിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. രണ്ടാം വത്തിക്കാൻ സുനോദോസ് ഈ ഒരു വിഷയം വളരെ വ്യക്തമായി അതിൻ്റെ ഖണ്ഡിക 40 കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും വ്യക്തമായ ബോധ്യങ്ങൾ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളുടെ ബിസിനസ് ലക്ഷ്യമാകുന്ന വിശുദ്ധരോടുള്ള വണക്കവും വിശുദ്ധരോടുള്ള നൊവേനകളും ഈ രീതിയിൽ പ്രചരിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ ഈ പ്രബോധനങ്ങൾ ഇന്ന് സഭയിലോ ക്രിസ്തീയ സമൂഹത്തിലോ പ്രത്യേകിച്ച് കേരള സഭയിലോ കേരള വിശ്വാസികളുടെ ഇടയിലേക്കോ യാതൊരു വിധത്തിലും പ്രചരണത്തിലോ അറിവിലോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തവും സത്യവും തന്നെയാണ്. സഭാവിജ്ഞാനീയം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 625 പേജിൽ ദൈവ മനുഷ്യ സമാഗമ പ്രക്രിയയിൽ ഏക മധ്യസ്ഥൻ ഈശോ മിശിഹായാകുന്നു എന്ന് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ഉത്തമ മാതൃകയായ അവിടുന്ന് ഭൂമിയിൽ ജീവിച്ചു. തികച്ചും സാധാരണമായിരുന്നു അവിടുത്തെ ജീവിതം. ദാസന്റെ രൂപം ധരിച്ചുകൊണ്ട് സ്വയം ശൂന്യമാക്കിയ മിശിഹ ഭൗമിക ജീവിതത്തിന്റെ ഉത്തമ മാതൃകയാണ്. അവിടുത്തെ ജീവിതശൈലി പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വിശുദ്ധരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. വിശുദ്ധർ ക്രിസ്തുവിനെയാണ് അനുകരിച്ചത്. ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനെ അനുകരിച്ചത് കൊണ്ടല്ല വിശുദ്ധനായത്. അതായത് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിലെ ഒരു വിശുദ്ധയായ അൽഫോൻസാമയെ എടുക്കുകയാണെങ്കിൽ, അൽഫോൻസാമ ഒരിക്കലും അപ്പുറത്ത് ഇതിനു മുൻപ് വിശുദ്ധയാക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിശുദ്ധയെ അനുകരിച്ചത് കൊണ്ടല്ല അൽഫോൻസാമ വിശുദ്ധയായത്, ക്രിസ്തുവിനെ അനുകരിച്ചത് കൊണ്ടാണ്. ഇന്ന് യാതൊരു വിധത്തിലും സാധാരണ വ്യക്തികൾക്ക് സഭ അൽമായരെന്ന് വിളിക്കുന്ന നോർമൽ വിശ്വാസികൾക്ക് അറിയാത്തൊരു സത്യമാണ്, ഞാൻ ആരാധിക്കേണ്ടതും ഞാൻ ഫോളോ ചെയ്യേണ്ടതും ഞാൻ അനുകരിക്കേണ്ടതും പരിപൂർണനാക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് എന്ന കാര്യം ഇന്നും പലർക്കും അറിയില്ല. മനുഷ്യരാരും പരിപൂർണനല്ല, കുറവുകളുണ്ട്, ഒരുപക്ഷെ തെറ്റുകളുണ്ടാകാം. ഈ പറയുന്ന എനിക്കും അനേക തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. അപ്പോൾ മനുഷ്യൻ പരിപൂർണനല്ല, എന്നാൽ ക്രിസ്തുവിന്റെ ശിരസോളം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും അവനെ പിതാവിനെ പോലെ പരിപൂർണനാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോ ഒരു മനുഷ്യനെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്, അവന്റെ പിന്നാലെയല്ല പോകേണ്ടത്, ക്രിസ്തു കേന്ദ്രീകൃതമാകണമെന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. സ്വമഹത്വവും സുഖസൗകര്യങ്ങളും ശ്രേയസ്സും ഒന്നും ഒരിക്കലും ഈശോയുടെ ലക്ഷ്യമായിരുന്നില്ല. മനുഷ്യ സഹജമായ പരിമിതികൾ അവിടത്തേക്കുണ്ടായിരുന്നു. എന്നാൽ പിതാവിന്റെ വിളിയോട് അവിടുന്ന് പൂർണ്ണമായി സഹകരിച്ചു. മത രാഷ്ട്രീയ അധികാരികളുടെ ബലിയാടാകേണ്ടി വന്നു. സ്വശിഷ്യരാൽ പരിത്യക്തനായി രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ടു. ഈ നൂറ്റാണ്ടിലെ ക്രിസ്തു ശിഷ്യന്റെ പാത ഇത് തന്നെ. അവരുടെ മാർഗദീപമായി ഈശോ നിലകൊള്ളുന്നു. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരും അവിടുത്തെ അനുകരിച്ചവരാണ്. ചന്ദ്രനും ഗ്രഹങ്ങളും ഒളിവിതറുന്ന ആകാശമണ്ഡലങ്ങളിലെ പ്രകാശത്തിൽ യഥാർത്ഥ സ്രോതസ്സായ സൂര്യനായിരിക്കുന്നത് പോലെ വിശുദ്ധിക്കും ഒരേ ഒരു സ്രോതസ് ഈശോ മിശിഹ മാത്രം. രണ്ടാം വത്തിക്കാൻ സുനോദോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഈശോയല്ലാതെ, ക്രിസ്തുവല്ലാതെ, ക്രിസ്റ്റോസെൻട്രിക് അല്ലാതെ, ക്രിസ്തുവിനെ അനുകരിക്കുകയല്ലാതെ ഒരു വ്യക്തിക്കും ദൈവത്തിലേക്കോ വിശുദ്ധിയിലേക്കോ വരാൻ കഴിയത്തില്ല. നമ്മൾക്ക് അനുകരിക്കാൻ ഏക വ്യക്തി ക്രിസ്തു മാത്രമാണെന്ന് പഠിപ്പിക്കുക. വീണ്ടും ക്രിസ്തീയ ജീവിതം മിശിഹായിലേക്കുള്ള ജീവിതം തന്നെയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ കന്യകാമറിയവും സകല വിശുദ്ധരും അനുകരിച്ചത് ക്രിസ്തുവിനെയാണ്, അല്ലാതെ മനുഷ്യരായ യാതൊരു വ്യക്തിയെയും അല്ല എന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വെക്കുന്നു. ക്രിസ്തീയ ജീവിതം മിശിഹായിലുള്ള ജീവിതം തന്നെയാണ്. അവിടുന്നിൽ ജനിച്ച വിശ്വാസികൾ കൂദാശകളുടെ പോഷിപ്പിക്കപ്പെടുകയും മിശിഹായെ പോലെ പീഡ സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പ്രസ്താവിച്ച അപ്രകാരം യഥാർത്ഥമായി ഭവിക്കുമ്പോൾ അവിടുത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആധ്യാത്മികത രൂപം കൊള്ളുന്നു. എന്നാൽ വിശുദ്ധരോടുള്ള ഭക്തിക്കും ഇതര ഭക്തി പ്രസ്ഥാനങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുന്നത് അശാസ്യമല്ല. നമ്മുടെ ഏക മധ്യസ്ഥൻ ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. അപ്പസ്തോലിക പാരമ്പര്യം എന്താണ് പറയുന്നത്? ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്ന് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. 1 തിമോത്തിയോസ് അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരേ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു.
കാൽവരിയിൽ ക്രൂശിതനാകാൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി 33.5 വർഷക്കാലം ജീവിച്ച് നമുക്ക് വേണ്ടി ക്രൂശിതനായ ആ ക്രിസ്തുവാകുന്ന ആ മനുഷ്യനായി ഇവിടെ നിന്ന ഏക മധ്യസ്ഥനേ ഉള്ളൂ എന്ന് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിച്ചിരിക്കെ, നമുക്കിന്ന് നമ്മുടെ കാര്യസാധ്യത്തിനായി അനുദിനം ഓരോ വിശുദ്ധന്മാരുടെ കൂടെ ഓരോ ആവശ്യത്തിന് വ്യത്യസ്തമായ വിശുദ്ധരെ ആഗ്രഹിക്കുകയും അവരോടുള്ള പ്രാർത്ഥനകളും അവരോടുള്ള ഭക്ത അഭ്യാസങ്ങളും നടത്തുന്ന ക്രിസ്ത്യാനി, കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുക, ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. ക്രിസ്തീയ ജീവിതം വിശ്വാസ അധിഷ്ഠിതമായ ജീവിതമാണല്ലോ. ആഴമേറിയ വിശ്വാസത്തെ ദൈവശാസ്ത്രപരമായി സ്ഥാപിക്കുവാൻ സാധിക്കും. എന്നാൽ ഉപരിവിപ്ലവ വിശ്വാസം ആപൽക്കരമാണ്. വ്യക്തിയുടെ ഇഷ്ടാനുസരണം അപൊക്ക മനസ്സാണ് ഈ വിശ്വാസത്തിന്റെ കാരണങ്ങൾ. എന്നാൽ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് കുറുക്കുവഴിയേ ഇല്ല. വഴിയും ജീവനും സത്യവും ദൈവപുത്രനായ ഈശോമിശിഹ മാത്രമാകുന്നു. ഉൾക്കാമ്പില്ലാതെ ബാഹ്യ പ്രകടനങ്ങളും ബാഹ്യ അനുഷ്ഠാനങ്ങളും നിത്യരക്ഷയ്ക്ക് ഉതങ്ങുന്നതേ അല്ല. അതായത് വിശ്വാസി, നിന്റെ അനുഷ്ഠാനങ്ങൾ, നിന്റെ ആചാരങ്ങൾ, നിന്റെ നേർച്ച കാഴ്ചകൾ, നീ ചെയ്യുന്ന ഏതെങ്കിലും ഭക്ത അഭ്യാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നേർച്ച കാഴ്ചകൾ യാതൊരു വിധത്തിലും നിന്റെ രക്ഷയിലേക്കോ നിത്യജീവനിലേക്കോ നയിക്കത്തില്ല എന്ന് ഇവിടെ പെന്തക്കോസ്ത് പ്രസംഗമല്ല നടക്കുന്നത്. സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് സേവ്യർ കൂടപ്പുഴച്ചൻ പരസ്യമായി മലയാളിക്ക് നൽകുവാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകമാകട്ടെ അച്ചടിക്കപ്പെട്ടത് ഇത് വടവാതൂർ സെമിനാരിയിലും ഇത് കൂടുതലായി ഇത് പബ്ലിഷ് ചെയ്തതും ഇത് അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലവും ഈ പുസ്തകം രണ്ടും നടക്കുന്നത് വടവാതൂർ സെമിനാരിയിലാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാൻ വടവാതൂർ സെമിനാരിയുടെ ആ ഒരു ബുക്ക് സ്റ്റോളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ അരിച്ചു പറക്കി നോക്കി, ഈ പുസ്തകം അവിടെ ഇല്ല, അവിടെ ലഭിക്കാനില്ല. പല ബുക്ക് സ്റ്റോളുകളിലും ഇന്ന് അവൈലബിൾ അല്ല. കാരണം 2 എഡിഷനിൽ പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഇന്ന് പലരുടെയും കയ്യിലുണ്ടെങ്കിലും പിന്നീട് ഇത് പ്രിന്റ് ചെയ്യുന്നത് പോലും തടസ്സപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ദൈവപിതാവിന്റെ അഭിഷ്ടമനുസരിച്ച് മിശിഹായെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ക്രിസ്തു കേന്ദ്രീകൃതമായ വിശുദ്ധിയിലേക്ക് ഉയരും. ഇവിടെ വ്യക്തമായിട്ട് പറയുക, ദൈവ പിതാവിന്റെ അഭിഷ്ടമനുസരിച്ച്, യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഭൂമിയിലേക്ക് വന്ന് 33.5 വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ ഏക മധ്യസ്ഥനായിരുന്നത് പോലെ, ദൈവപിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തതുപോലെ ആ പിതാവിന്റെ ഇഷ്ടം പുത്രനിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും ഏക നിത്യരക്ഷയ്ക്ക് ഏക മാർഗം ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്ന് പിതാവായ ദൈവം വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കെ, നമ്മൾക്ക് വ്യക്തമായ പ്രബോധനം വിശുദ്ധ ബൈബിൾ തന്നിരിക്കെ, ഏക രക്ഷാമാർഗം ക്രിസ്തുവാണെന്ന് പറഞ്ഞിരിക്കെ, ഏക വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ ക്രിസ്തു മാത്രമാണെന്ന് പറഞ്ഞിരിക്കെ, ഇന്ന് ഭക്താഭ്യാസങ്ങളുടെ നിറവിൽ നമ്മൾ ലുത്തിനിയെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗത്തിന്റെ വാതിലേ എന്ന് പറഞ്ഞ് മാതാവിനെ അഡോർ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട്. ഇത് എത്രത്തോളം വികലമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഏക വാതിൽ ക്രിസ്തുവാണെന്നും ഏക മാർഗം ഏക കേന്ദ്രം ക്രിസ്തുവാണെന്ന് പിതാവിന്റെ ഹിതമാണ്. പിതാവ് അത് പഠിപ്പിച്ചതാണ്, ദൈവവചനത്തിലൂടെ അത് പ്രബോധനം നൽകിയതെന്നാണ്. അതിനെ മാറ്റിക്കൊണ്ട് ഇതാ സ്വർഗത്തിന് പുതിയൊരു വാതിൽ ഉണ്ടാക്കിയതാണ്. ആ വാതിൽ ഉണ്ടാക്കിയതാകട്ടെ 12-ാം നൂറ്റാണ്ടിൽ AD 1214 നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇങ്ങനെ വികലമായ കാര്യങ്ങൾ വന്നത് എത്രത്തോളം അപലപനീയമാണെന്ന് വ്യക്തമായി 2-ാം വത്തിക്കാൻ സുനോദോസ് ചർച്ച ചെയ്തിരിക്കുന്ന വിഷയമാണ് എന്ന് എത്ര ക്രിസ്ത്യാനി തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലേക്ക്, ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത യാതൊന്നിലേക്കും പോകാതിരിക്കാൻ ക്രിസ്ത്യാനി നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒരു കുറുക്കു വഴിയുമില്ല, ഒരു ഷോർട്ട് കട്ടുമില്ല. ഏക വഴി ദൈവവചനമാണ്. സത്യവചനത്തിലൂടെ മാത്രമല്ലാതെ, ഏകരക്ഷകനായ ക്രിസ്തുവിലൂടെ അല്ലാതെ, ക്രിസ്ത്യാനി അല്ലാതെ മനുഷ്യന് രക്ഷയില്ല എന്ന് വ്യക്തമായി നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ദൈവവചനം നമ്മുടെ മുൻപിലിരിക്കെ, ഒരു 6ഓ 7ഓ നൂറ്റാണ്ടുകളിൽ കടന്നു വന്ന ദൈവവചനത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത പാരമ്പര്യങ്ങൾ എന്ന പേരിൽ ഇന്ന് അറിയപ്പെട്ട് താലോലിക്കുന്ന, പണത്തിനു വേണ്ടി മാത്രം മുന്നോട്ട് വയ്ക്കുന്ന അഭ്യാസങ്ങളെ, ആഭാസങ്ങളെ ഇനിയെങ്കിലും ക്രിസ്ത്യാനി തിരിച്ചറിയുകയും അതിനെ തള്ളിക്കളയുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഒരുങ്ങുകയും ചെയ്താൽ ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ദൈവരാജ്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ പ്രത്യാശ നമ്മളത് പ്രാപിക്കുകയും ചെയ്യും. അല്ലേ?
പ്രത്യാശ വെറും പ്രത്യാശയായി മാറും. അതൊരിക്കലും യാഥാർത്ഥ്യമാകത്തില്ല എന്ന് ക്രിസ്ത്യാനി ഇനിയെങ്കിലും തിരിച്ചറിയുക. ഓരോ ഇടവക ദേവാലയത്തിലും മാറി മാറി വരുന്ന ഓരോ പുരോഹിതരും ഓരോ സന്യസ്ത സമൂഹത്തെ അല്ലെങ്കിൽ ആ സന്യാസ സമൂഹത്തെ സ്ഥാപിച്ച അവരുടെ സ്ഥാപകനും ആ വ്യക്തിയും വിശുദ്ധനെയും വളർത്തുവാനും അവരോടുള്ള ആ വിശുദ്ധിയും അവരോടുള്ള പ്രാർത്ഥനയെ വളർത്തുവാനും അവർ ചെയ്തു വെക്കുന്ന അവർക്ക് മാത്രം അനുകൂലമായ നിലപാടുകളെ ഇനിയെങ്കിലും തള്ളിക്കളയുവാൻ തള്ളിപ്പറയുവാൻ ക്രിസ്ത്യാനി എന്ന് പഠിക്കുന്നുവോ, വിശുദ്ധ ബൈബിളിനെ ശ്രേഷ്ഠമായി കരുതുന്നുവോ, ദൈവവചന അധിഷ്ഠിതമല്ലാതെ യാതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ എന്ന് ക്രിസ്ത്യാനി ഉയരുന്നുവോ അന്ന് മാത്രമേ നമുക്കിതിന് സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പാഷണ്ഡതകളായിരുന്നുവെങ്കിൽ പിന്നീട് സഭ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതികൂലമായ നിലപാടുകൾ സഭയുടെ തന്നെ ചില പ്രബോധനങ്ങളിലൂടെ വിശുദ്ധരോടുള്ള വണക്കവും മാതാവിനോടുള്ള വണക്കവും അതിൻ്റെ അതിപ്രസരങ്ങളും അതിൻ്റെ ഭക്താഭ്യാസങ്ങളും അതിൻ്റെ പ്രചരണങ്ങളുമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ആദിമസഭയിൽ ഇത്തരം പാഷണ്ഡതകൾക്കെതിരെ അപ്പസ്തോലന്മാർ ശക്തമായി ശബ്ദമുയർത്തിയതുപോലെ, സഭാപിതാക്കന്മാർ ശക്തമായി ശബ്ദമുയർത്തിയതുപോലെ, അങ്ങനെ ശബ്ദമുയർത്തിയത് കൊണ്ട് അത്തരം പ്രബോധനങ്ങൾ നിർവീര്യമായി പോയതുപോലെ ഇനിയെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്നും കേരള സഭയിൽ നിന്നും അനേകർ ഉയർന്നു വന്നില്ലെങ്കിൽ 2025 ശേഷം ഇനി വരുന്ന വർഷങ്ങളിൽ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ 22-ാം നൂറ്റാണ്ട് എന്നുള്ളത് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് വിശ്വാസി എന്നുള്ളത് ഒരു പഴയ ചരിത്രം മാത്രമായി മാറും. കേരളത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു പാസ്റ്റ് ടെൻസിൽ പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നു എന്നുള്ള സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയട്ടെ. അതിനുവേണ്ടി ഓരോ വിശ്വാസിയും അതരം തുറക്കുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. ഓരോ വിശ്വാസിയിലും ഒരു അപ്പോളജറ്റിക്സ് ഉണ്ട്, ഓരോ ക്രിസ്ത്യാനിയിലും ഒരു സുവിശേഷകനുണ്ട്, ഓരോ ക്രിസ്ത്യാനിയിലും ഒരു പ്രബോധകനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യവചനത്തെ ചേർത്ത് പിടിക്കുവാനും തെറ്റിനെ, തിന്മയെ പൂർണ്ണമായി അതിനെ ഇഗ്നോർ ചെയ്യാനും അതിനെ മാറ്റി നിർത്താനും ഒരു ക്രിസ്ത്യാനി എന്ന് പഠിക്കുന്നുവോ അന്നാണ് അവൻ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാകുന്നതും ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ശക്തമായ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതമല്ലാതെ ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു സമൂഹം വളർന്നു വരുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.